ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് വലിയ കാര്യങ്ങൾ പറയാനൊന്നുമല്ല കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയതേ ഉള്ളൂ ഇന്നലെ. ഇപ്പോൾ അന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ, ഞാൻ സുഖമില്ലാതെ കിടക്കുന്നതും. അന്നും ഹോസ്പിറ്റലിൽ പോയി. പിന്നെ അടിക്കടി ഈ നോമ്പുകാലത്തിൽ ഹോസ്പിറ്റലിലാണ്. അതങ്ങനെയാണ്, ഇടയ്ക്ക് ഓരോരോ പുതിയ രോഗങ്ങളും മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ വേദനകളും ഒക്കെ വരുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവും. അവിടെ ചെല്ലും, കുറച്ച് നേരം കിടക്കും, അല്ലെങ്കിൽ ഒരു ദിവസം കിടക്കും, വീണ്ടും വീട്ടിലേക്ക് വരും. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഗതി മാറും. അപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോവും. ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ വല്ലാണ്ട് അസ്വസ്ഥമായി, നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. രാജഗിരി ഹോസ്പിറ്റലിൽ പോയി, ടെസ്റ്റുകളും ഒക്കെ കഴിഞ്ഞു. പിന്നെ ഒന്നിനോട് കൂട്ടിമുട്ടില്ല കാര്യങ്ങൾ. കാരണം വലിയൊരു ഡിഫക്റ്റ് നമുക്ക് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ സ്കാനിങ്ങുകളൊക്കെ കഴിയും, നോക്കാം, അടുത്തതിൽ നമുക്ക് നോക്കാം എന്നൊക്കെ പറയും. കുറച്ച് നേരം സ്വസ്ഥത കിട്ടും. അത് കഴിയുമ്പോൾ വീണ്ടും പണ്ടത്തെ ശങ്കരൻ തെങ്ങുമ്പോൾ തന്നെ. എന്തായാലും സംസാരിക്കരുത്, റെസ്റ്റ് എടുക്കണം, അമ്മ റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലിരിക്കുന്നത്. കിടന്ന് ശരിക്കും മടുത്തു പോകും. അപ്പോൾ എനിക്കുണ്ടായ കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഞാൻ വേറെ എവിടെയും സംസാരിക്കുന്നില്ല. ഈ വീഡിയോയിൽ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. കംപ്ലീറ്റ് റെസ്റ്റ് തന്നെയാണ്. കഴിഞ്ഞ വർഷം ഈസ്റ്ററിനും ഇതേപോലെയായിരുന്നു. കുർബാന വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരാണ് ചെയ്തത്. ഈ വർഷം എന്താവും എന്നറിഞ്ഞുകൂടാ. ഇപ്പോൾ ഇത്തിരി ഉണർവുണ്ടെങ്കിൽ അടുത്ത നിമിഷം ഗതി മാറും. പ്രവചിക്കാൻ പറ്റില്ല കാര്യങ്ങളൊന്നും. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കൊഴുക്കട്ട ശനി കഴിഞ്ഞ് ഓശാന ഞായർ തുടങ്ങണം. നമുക്കറിയാം, 40 ദിവസത്തെ നോമ്പ് കഴിഞ്ഞ് നമ്മൾ ഈശോയുടെ പീഡകളെ ഓർത്ത് ധ്യാനിക്കാം. ഒന്നുകൂടെ ശക്തമായിട്ട് ഈശോ നമ്മോടുള്ള സ്നേഹം കൊണ്ട് ഏറ്റെടുത്ത സഹനങ്ങൾ ധ്യാനിച്ച് അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട ദിവസങ്ങളാണ് ഇനി ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങൾ. പണ്ടത്തെ ക്രിസ്ത്യൻ ഫാമിലികളിൽ കളിയില്ല, ചിരിയില്ല, മിണ്ടാട്ടില്ല, പീഡാസഹനങ്ങളുടെ വായനകളൊക്കെ ആയിരിക്കും. ഇന്ന് അതൊക്കെ എവിടെ. എങ്കിലും നമ്മൾ നമ്മുടെ പാരമ്പര്യം നിലനിർത്തി കുരിശുമല കയറലും അങ്ങനെ കുറേ പരിഹാര പ്രദർശനമൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ദൈവം തന്നെ അറിഞ്ഞ് ഇതുപോലെ പീഡാസഹനത്തിൻ്റെ വേദനകൾ കൊടുക്കുന്നവരുണ്ട്. നമ്മൾ ഈ 9 ദിവസം ചിന്തിക്കാൻ പോകുന്നത് 10ാം ദിവസം ഈസ്റ്റർ ആയിരിക്കും. ഈശോ നമ്മോടുള്ള സ്നേഹം കൊണ്ട് അനുഭവിച്ച ഏറ്റെടുത്ത സഹനങ്ങളാണ്. നമ്മൾ സ്നേഹം കൊണ്ട് എന്ത് ചെയ്യുന്നോ അതിന് വലിയ ഫലം ഉണ്ടാകും. നമ്മൾ സ്നേഹം കൊണ്ട് ഒരാൾക്ക് കുറച്ച് പൈസ കൊടുത്താൽ അത് അനുഗ്രഹിക്കപ്പെടും. മനസ്സ് ശപിച്ചു കൊടുത്താലോ ഒന്നും നേടില്ല. അങ്ങനെയാണ് കാരണവന്മാർ പറയുന്നത്. അപ്പം സ്നേഹം കൊണ്ടാണ് നമ്മൾ ഏത് പ്രവൃത്തിയും ചെയ്യേണ്ടത്. ദണ്ഡവിമോചനങ്ങളുടെ നമ്മുടെ പങ്കുവെക്കലിൽ കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ചിൽ നമ്മൾ വായിച്ചില്ലേ, അന്ത്യവിധിയിൽ സ്നേഹത്തിന് തുലാസ് വെച്ചിട്ടാണ്, സ്നേഹത്തിൻ്റെ കുറവാണ് വിധിയിൽ പറയുക. അത്രയേ ഉള്ളൂ. സ്നേഹമാണ് സർവോർക്കിഷ്ടം. 1 കൊറിന്തോസ് 13 അതാണ് പറയുന്നത്, സ്നേഹമാണ് സർവോർക്കിഷ്ടം. അപ്പം സ്നേഹം കൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അതിന് വലിയ ഫലം കിട്ടും. ഈശോ നമ്മോടുള്ള സ്നേഹം കൊണ്ട് ഏറ്റെടുത്ത സഹനങ്ങൾ നമുക്ക് ഇന്നു മുതൽ ധ്യാനിക്കാം.
അത് ഒരു വലിയ സഹനമാണ്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഓരോ സഹനത്തിൻ്റെ സമയത്ത് ഈശോ പറയും, പിതാവേ, അങ്ങയുടെ മനുഷ്യക്കുട്ടികളെ തിരിച്ചു നൽകാൻ വേണ്ടി അവരോടുള്ള സ്നേഹത്താൽ ഞാൻ ഈ സഹനങ്ങൾ അവരുടെ മോചനത്തിനായിട്ട്, പാപപരിഹാരമായിട്ട് കാഴ്ചവെക്കുന്നു. പിതാവായ ദൈവത്തിന് മനുഷ്യക്കുട്ടികളോടുള്ള സ്നേഹം അത് വർണ്ണിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് പെറ്റമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹം വർണ്ണിക്കാൻ പറ്റുമോ എന്ന് ഇന്ന് കാലത്ത് ചോദിക്കാൻ പാടില്ല. പെറ്റമ്മ തന്നെയായിരിക്കും കാലുമ്മ വലിച്ച് തലയ്ക്കടിച്ച് കൊല്ലുന്നത്. അതുപോട്ടെ, പിതാവായ ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹം ഒരു മനുഷ്യനും വർണ്ണിക്കാൻ പറ്റില്ല. അത്ര സ്നേഹമാണ് പിതാവിന് നമ്മോട്. പിതാവിന് നമ്മോടുള്ള സ്നേഹം കൊണ്ട് അകന്നുപോയ നമ്മളെ വീണ്ടെടുക്കാൻ, തിരിച്ചു കൊണ്ടുവരാൻ പുത്രൻ തമ്പുരാൻ ഏറ്റെടുത്ത സഹനങ്ങളുടെ പൂർത്തീകരണമാണ് ഈ ദിവസങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ ദിവസങ്ങളിൽ എനിക്കുണ്ടായ 2 അനുഭവമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിരുന്നല്ലോ, ഒരു വിഷം കഴിച്ച ഒരു മകനെ പേര് തന്ന് കാണിച്ചു തന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഞാൻ തെറ്റിദ്ധരിച്ചു അത് ആത്മാവാകുമെന്ന്. പിന്നീട് ആ മകൻ മരിച്ചു. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മരിച്ചു. അത് പ്രാർത്ഥിക്കാൻ പറഞ്ഞതുകൊണ്ടും കാണിച്ചു തന്നതുകൊണ്ടും ഒരു ഗുണമുണ്ടായി. ഒടുവിലത്തെ ശുശ്രൂഷ നൽകാൻ നിർബന്ധിച്ച് അത് കിട്ടി. എന്തുമാത്രം അനുതാപം ഉണ്ടായി എന്ന് നമുക്കറിഞ്ഞൂടാ. കരഞ്ഞു. പക്ഷെ അത് പാപങ്ങളെ ഓർത്ത് കരഞ്ഞതാണോ, മാനുഷികമായിട്ട് ഞാൻ മരിക്കാൻ പോവാണ് എന്ന നിലയിലുണ്ടായ കരച്ചിലാണോ എന്ന് നമുക്കറിയില്ല. ഈ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴേ എന്നെ സ്ട്രെച്ചറിലാണ് കൊണ്ടുപോയത്, എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. അപ്പോൾ അവിടെ കാഷ്വാലിറ്റി അത്യാഹിത വിഭാഗത്തിൽ പോകുമ്പോൾ എല്ലാ ഡോക്ടേഴ്സും വരുമല്ലോ, എല്ലാവരും വന്നു. പണ്ട് ഞാൻ കുഴഞ്ഞ് വീണപ്പോൾ എന്നെ കൊണ്ടുപോയപ്പോൾ എല്ലാവരും കൂടി നിന്ന് കാരണം അന്വേഷിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് കുഴയുന്നത്, എന്തുകൊണ്ടാണ് ഈ ബ്ലഡ് ഇങ്ങനെ കുറഞ്ഞത്, അതിന് കാരണം അവർ ഓരോന്ന് ചകഞ്ഞ് ചോദിക്കുകയായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. കുഴഞ്ഞുവെങ്കിലും സംസാരത്തിന് കുറവൊന്നുമില്ല. അതുപോലെ എൻഡോസ്കോപ്പിയും കൊളോണോസ്കോപ്പിയൊക്കെ കഴിഞ്ഞ് എൻ്റെ വയറ്റിൽ 3.5 കിലോ വരുന്ന ട്യൂമറാണെന്നും അത് ക്യാൻസറാണെന്നും വയറ് മുറിച്ചെടുക്കേണ്ടി വരും, അതായത് ആമാശയം മുറിച്ച് മാറ്റേണ്ടി വരും എന്നൊക്കെ ഡോക്ടർ ഞങ്ങൾക്ക് കൗൺസിലിംഗ് തന്നപ്പോൾ പോലും ഞാൻ പൊട്ടിച്ചിരിച്ചിട്ടാണ് ഞാൻ അതൊക്കെ കേട്ടത്. ഞാൻ ക്യാൻസറാണെങ്കിൽ അതൊക്കെ മുറിച്ച് കളയും ഡോക്ടറെ എന്നാണ് പറഞ്ഞത്. ഡോക്ടർ അപ്പോൾ എൻ്റെ മോനോട് ചോദിച്ചു, അമ്മച്ചിക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന്. അപ്പം മോൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ആളെപ്പോഴും റെഡി ആയിട്ടിരിക്കുന്ന ആളാണ്, ആൾക്കൊന്നും ഏശില്ല എന്ന്. ഡോക്ടർ അപ്പോൾ കൈ ഇങ്ങനെ കാണിച്ചു. ഒരിക്കലും പതറിയിട്ടില്ല, കാരണം എപ്പോഴും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ആളാണ് ഞാൻ. അതുകൊണ്ട് ക്യാൻസറാണ്, 3.5 കിലോ ഇരിക്കുന്ന ട്യൂമറുണ്ട്, അത് മുറിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ മുറിച്ചെടുക്ക്, അതോടുകൂടി പോകണമെങ്കിൽ സുഖമായില്ലോ, പിന്നെ ഈ ലോകത്ത് നിൽക്കണ്ടല്ലോ എന്നൊക്കെയാണ് ചിന്തിച്ചത്. പക്ഷേ ഇന്നലെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ വീണ്ടും എല്ലാവരും ചുറ്റും കൂടി എന്താ കാരണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി ഡോക്ടർ അനിൽ ഫിലിപ്പിൻ്റെ പേഷ്യൻ്റാണ്. അപ്പോൾ തന്നെ മനസ്സിലായി ക്യാൻസർ പേഷ്യൻ്റാണ് ഞാൻ. എൻ്റെ സ്റ്റൊമക്ക് റിമൂവ് ചെയ്തു, സബ്ടോട്ടൽ ഗ്യാസെക്ടമി കഴിഞ്ഞ ആളാണ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, ഛർദ്ദിക്കുന്നു, ബഹളം. അങ്ങനെ അവർ പിന്നെ അതിൻ്റേതായ ചെക്കപ്പുകളൊക്കെ നടത്താം, അങ്ങനെ എന്നെ ഓരോ സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഒരു സിസ്റ്റർ, ഒരു നേഴ്സ് പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് നിന്നു. എന്നിട്ട് ചോദിച്ചു, അമ്മയ്ക്ക് എപ്പോഴാണ് ഓപ്പറേഷൻ കഴിഞ്ഞത്? ഞാൻ 2023 സെപ്റ്റംബർ 4 അപ്പം എങ്ങനെ ഭക്ഷണം കഴിക്കുക? അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല, ഞാൻ പെട്ടെന്ന് കരഞ്ഞുപോയി. അതെൻ്റെ രോഗത്തെ ഓർത്തിട്ടൊന്നുമല്ല,
അപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല, ഒരു പ്രത്യേക സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ ആ കുട്ടി വീണ്ടും ഒന്ന് ചോദിച്ചത്. സ്നേഹം ഞാൻ വായിച്ചിട്ടുണ്ട്, മനസ്സിൻ്റെ വിങ്ങലാണ്. അത് കിട്ടിയില്ലെങ്കിലും വിഷമം, കിട്ടിയാലും വിഷമമാണ്. സ്നേഹം കിട്ടുമ്പോഴും അത് വിഷമമാണ്, സ്നേഹം കിട്ടിയില്ലെങ്കിലും വിഷമമാണ്. അപ്പോൾ ആ പെൺകുട്ടി ചോദിച്ചപ്പോൾ ഞാൻ കരഞ്ഞപ്പോൾ അവളോട് അമ്മ എന്താ കരയണം? ഞാൻ രോഗത്തിനെ ഓർത്ത് ഭയപ്പെട്ട് കരഞ്ഞതൊന്നല്ല, ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന് ഇവിടെയുള്ളവർക്ക് അറിയാം. പക്ഷെ എന്തോ അപ്പം എനിക്ക് സങ്കടം വന്നു പോയി. കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, സ്വയം എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ ഓർക്കായിരുന്നു, സ്നേഹം കൊണ്ട് ചെയ്യുന്നതിന് ഭയങ്കര ഫലമാണ്. ഈശോ നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയത്. അതുകൊണ്ട് അതിന് വലിയ ഫലമുണ്ടായി. ആ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതെനിക്കുണ്ടായ എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥയാണ്. അപ്പം ഞാൻ ആ മരിച്ചു എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ആ ആൾ മരിച്ചു പോയി. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബ്രദറാണത്. അപ്പം എൻ്റെ ഒരു പതിവുണ്ട്, ഈ ആരെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ അവർക്ക് അവസാനമായി കൊടുക്കുന്നതാണ് ഒരു ഹാൻഡ് ബൊക്കെ, കൈ പിടിക്കുന്നൊരു ബൊക്കെ. അത് പൂക്കളൊക്കെ വെച്ചിട്ട് എപ്പോഴും ഒരു 100 രൂപയുടെ 150 രൂപയുടെ ഒക്കെ ബൊക്കെയാണ് വയ്ക്കുക. അതിൽ വെള്ള ജറബറ പൂവെന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. വെള്ള ജറബറ, ആ പൂവും എവർഗ്രീൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് നമുക്ക് പൂക്കടകളിൽ റെഡിമെയ്ഡ് ബൊക്കെ ഉണ്ടാവും. നമ്മുടെ കഴിവിനനുസരിച്ച് 100, 150, 200 രൂപയുടെ വാങ്ങാം. ഞാൻ ഈ എല്ലാ മരിച്ചവർക്കും ഞാൻ വെക്കുന്നത് കൊണ്ട് ഞാൻ 100, 150 രൂപയുടെ ഒരു ബൊക്കെയാണ് സാധാരണ വാങ്ങി വയ്ക്കാറ്. അപ്പം ഇദ്ദേഹത്തെ കാണാൻ പോകുമ്പോഴും ഞാൻ മനസ്സിൽ വെച്ചു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ആങ്ങളെയാണല്ലോ. അപ്പം ഞാൻ ഓർത്തു, ഇന്ന് 20 വെള്ള ചെറുപറ വെച്ചിട്ടുള്ള നല്ല വലിയ ബൊക്ക വയ്ക്കണം ആ മനുഷ്യന്. അങ്ങനെ അന്നും സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞങ്ങൾ പോയി തൃശ്ശൂർ ടൗണിൽ പൂക്കടയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ പൂക്കടക്കാർക്ക് അറിയാം ഞാൻ അധികം ലൈഫില്ലാത്ത ആളാണെന്നും ഞാൻ 25 വർഷമായിട്ട് ആ പൂക്കടയിൽ നിന്നാണ് പൂ വാങ്ങുക. അതുകൊണ്ട് അവർക്ക് എന്നെ പരിചയമുണ്ട്. അങ്ങനെ ഞാൻ ഈ പൂ വാങ്ങാൻ കയറി. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ടിനോടുള്ള സ്നേഹം കൊണ്ട് ആണ് ഈ ആങ്ങളയോട് സ്നേഹം വന്നത്. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തോട് സ്നേഹമൊന്നുമില്ല. പിന്നെ ഒരു പാവപ്പെട്ട മനുഷ്യൻ, എന്തു ചെയ്യാം. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനോടുള്ള സ്നേഹമാണ് ആ ബൊക്കയിൽ കാണുന്നത്. പിന്നെ മരിച്ച വ്യക്തിയോടുള്ള ആദരവും. അങ്ങനെ ഞാൻ ആ പൂക്കടയുടെ മുമ്പിൽ നിന്നിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന് മാതാവിനല്ല കേട്ടോ പൂ വേണ്ടത്, എനിക്കൊരു ഹാൻഡ് ബൊക്കെ വേണമെന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ഞാൻ വിചാരിച്ച വിലയിലുള്ള ബൊക്കെ, ഞാൻ 20 വെള്ള ജറബറ പൂക്കൾ വെച്ച ഒരു ബൊക്കെ വേണം എന്ന് ഞാൻ മനസ്സിലാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ ആ കടക്കാരനോട് പറഞ്ഞപ്പോൾ ആ കടക്കാരൻ എടുത്തു തന്നത് 20 വയ്ക്കാവൂ ആ വിലയ്ക്ക്. പക്ഷെ 21 കണ്ടു ഞാനതിൽ എണ്ണിയപ്പോൾ. വെള്ള ജറബറയുള്ള വെള്ള ബൊക്കെ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഇത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഞാൻ ആ ബൊക്കയെ നോക്കി, അയാളെ നോക്കി. എൻ്റെ ഹൃദയത്തിൽ ഞാൻ വിചാരിച്ച ആ വിചാരം ഇയാൾക്ക് എങ്ങനെ മനസ്സിലായി? അത് പരിശുദ്ധാത്മാവാകാം ഇവിടെ ഇടപെട്ടതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാകാം അയാളിൽ കൂടെ അങ്ങനെ പ്രവർത്തിച്ചത്. എന്തായാലും സന്തോഷത്തോടെ ഞാൻ ആ ബൊക്കെ വാങ്ങി. 250 രൂപയുടെ ഒരു ബൊക്കെയാണ് വാങ്ങിയത്. വലിയ ബൊക്കെയായിരുന്നു. ഞാനത് കൊണ്ടുപോയി അവിടെ എത്തിയപ്പോൾ ബോഡി അലങ്കരിച്ചുകൊണ്ടിരിക്കുക, അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ അവിടുത്തെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് ആ ബൊക്കെ വയ്ക്കുമ്പോൾ കുറേ റീത്തുകൾ വന്നിട്ടുണ്ട്, മഞ്ചമ്മ. അപ്പം എല്ലാ റീത്തും താഴെ വെച്ചു. പക്ഷെ ഞാൻ ഈ ബൊക്കെ എപ്പോഴും മരിച്ച ആളുടെ കയ്യിലേ കൊടുക്കുള്ളൂ, കയ്യിൻ്റെ ഭാഗത്താണ് കൊണ്ടുവന്ന് വയ്ക്കുക. ഞാൻ പറയും, എൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ് കേട്ടോ, ഇത് പിടിച്ചോ. അതിനോടൊപ്പം എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ 2 മോചനങ്ങളും ഇനി മുതൽ നിങ്ങൾക്കുണ്ടാവും. അത് ഞാൻ ബൊക്കെ വെച്ച് ഓഫീസ് ചെല്ലി ഞാനിങ്ങോട്ട് പോന്നു. അപ്പോൾ ഞാനൊരു അവിടെ കുറേ കാഴ്ചകൾ കാണുന്നുണ്ട്. അങ്ങനെ
അത് കഴിഞ്ഞ് പോന്നു. പിന്നീട് ആരുടെ സഹോദരി എന്നോട് വിളിച്ച് പറഞ്ഞു, ചേച്ചി ആ ബൊക്കെ ഈശോ തന്നെയാണ് കേട്ടോ കൊണ്ടുവച്ചതെന്ന്. കാരണം ശവസംസ്കാരം കഴിഞ്ഞ് സിമിട്രിയിൽ ശവമടക്കി അതിൻ്റെ പുറത്ത് ഈ റീത്തുകളൊക്കെ കൂട്ടിയിടും. പക്ഷെ ആ പള്ളിയിൽ അവിടെ ഒരു നിയമമുണ്ട്, അങ്ങനെ റീത്തുകളൊന്നും അവിടെ കൂട്ടിയിടണ്ട. കാരണം ചുമരുമ്മയാണ് വെച്ചിരിക്കുന്നത്. അപ്പം എല്ലാ റീത്തുകളും അപ്പോൾ തന്നെ കുഴിയിലേക്ക് പോയി, എല്ലാ പൂക്കളും. ഈ മഞ്ച മാത്രം തള്ളി വെച്ചു, അടച്ചു. അപ്പോൾ അവർ പറഞ്ഞു 3-ാം ദിവസം കുർബാനയാണ്, 3-ൻ്റെ കുർബാന ചെല്ലിക്കണ്ടേ, അപ്പോൾ നമുക്ക് പൂക്കൾ വാങ്ങണ്ടേ എന്ന് പറയുമ്പോൾ അതിൽ ആ പള്ളിയിലത്തെ ഒരാൾ പറയാണ്, ഇനി ഒന്നും വാങ്ങണ്ട, ഇതാ ഈ ബൊക്കെ വെച്ചാൽ മതി. ഈ ബൊക്കെ ഈ ചുമരുമ വെച്ചിട്ടുണ്ട്, ചുമര് നിറഞ്ഞിരിക്കുന്ന ബൊക്കെ, ഇനി എവിടെ പൂ വയ്ക്കുന്നത്? അപ്പോൾ അത് ഞാൻ വെച്ച ബൊക്കെയായിരുന്നു. അപ്പോൾ ആ സഹോദരി പറയാണ്, ചേച്ചി വാങ്ങിയ ബൊക്കെയാണ് അവർ എടുത്തു വെച്ചത്, ബാക്കി എല്ലാം കുഴിയിൽ കൊണ്ടുപോയിട്ടു. ഞാൻ പറഞ്ഞു, മോളെ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നോടുള്ള സ്നേഹവും നിൻ്റെ ആങ്ങളയോടുള്ള സ്നേഹവും നിറച്ചിട്ടാണ് ആ ബൊക്കെ വാങ്ങിയത്. അപ്പം സ്നേഹം കൊണ്ട് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും വലിയ ഫലം കാണുന്നല്ലേ ഈശോ പറഞ്ഞേക്കണത് എന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു. എനിക്കിത് ഭയങ്കര ഒരു അതിശയായി. ഞാനിന്ന് നിങ്ങളോടിത് പങ്കുവെച്ചത്, നമ്മൾ സ്നേഹം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾക്കാണ് ഫലം കൂടുതലുണ്ടാവുക. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഗ്യാപ്പ് ഇട്ടിട്ടാണ്. 5 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ എനിക്ക് റെസ്റ്റ് വേണം. ഞാൻ പറഞ്ഞു വന്നത്, സ്നേഹം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് വലിയ ഫലം കിട്ടും. ഈ ദിവസങ്ങളിൽ നമുക്ക് ഈശോയുടെ പീഡകൾ ധ്യാനിക്കാം. ഈശോയോടുള്ള സ്നേഹം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന വേദനകൾ സ്നേഹം കൊണ്ട് ഏറ്റെടുക്കാം, പിറുപിറുക്കാതെ. പക്ഷേ ഈ ദിവസങ്ങളിൽ എനിക്ക് കിട്ടിയ പീഡാസഹനത്തിൻ്റെ ആ ഒരു പങ്ക് വലിയ സ്നേഹത്തോടു കൂടിയല്ല ഏറ്റെടുത്തത്. അതാണ് ഞാൻ രണ്ടാമത് പറയാൻ പോണത്. ഈ ഒരാഴ്ചയായിട്ട് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, കണ്ണ് തുറക്കാൻ പറ്റില്ല, തല കറന്നു, ഛർദി, മറ്റുള്ളവർ പിടിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഭയങ്കര വിഷമമായി. ഈശോയോട് ഞാൻ പറഞ്ഞു, ഇതെനിക്ക് വേണ്ട, എനിക്ക് ക്യാൻസർ ശരീരം മുഴുവൻ വ്യാപിച്ചോട്ടെ, ഞാൻ മരിക്കാറായെന്ന് കേട്ടോട്ടെ, ഞാൻ റെഡിയാണ്. പക്ഷെ ഇത് വേണ്ട കർത്താവ്, ബ്ലോക്ക് ചെയ്തു, വേണ്ട എന്ന് പറഞ്ഞിട്ട് കർത്താവ് അതൊന്നും എടുത്ത് മാറ്റിയില്ല. അങ്ങനെ വന്നപ്പോൾ എനിക്കിത്തിരി സങ്കടം, ദേഷ്യവും വന്നു. എന്തോ ആവട്ടെ, ഞാൻ ഹോസ്പിറ്റലൈസ്ഡായി. അവിടെ ചെന്ന് പിന്നെ എൻ്റെ ശരീരത്തിൻ്റെ ബലം കാരണം 2-3 കുപ്പി ട്രിപ്പ് കയറ്റേണ്ടി വന്നു. അപ്പോൾ അവരെൻ്റെ കയ്യുമ്മ ഞരമ്പൊന്നും കിട്ടില്ല. അത് ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ ഞരമ്പ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇങ്ങനെ കുത്തി ഞരമ്പൊക്കെ എടുത്ത് ഒട്ടിച്ചു വെച്ചു. പിന്നീട് അത് അഴിച്ചു മാറ്റാനായിട്ട് നേഴ്സ് വന്നു. എൻ്റെ ദൈവമേ, ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഇത്രയ്ക്കും വീതിയുള്ള ഈ സ്ട്രിപ്പ് എന്തിനാ ഇങ്ങനെ പൊട്ടിച്ച് വെച്ചത്? നമ്മുടെ ശരീരത്തിൽ ഈ കയ്യുമ്മയ്ക്കുള്ള ഈ രോമങ്ങളുടെ ഇവിടെ ഇതങ്ങോട്ട് ഒട്ടിച്ചിട്ട് അതങ്ങോട്ട് വലിച്ചെടുക്കുമ്പോൾ ജീവൻ പോണ വേദന. അത് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഞാനങ്ങനെ എന്തൊരു വേദനയത് എന്ന് പറഞ്ഞപ്പോൾ അതിത്തിരി സങ്കടത്തോടു കൂടിയാണ് ഇതൊക്കെ സഹിക്കണത്. ഇതുവരെ അങ്ങനെ സങ്കടത്തോടു കൂടിയല്ല സഹിക്കാറ്. കാരണം ആ വേദനയൊക്കെ ശരീരത്തിലുണ്ടാകുന്ന വേദന, തലയ്ക്കുണ്ടാകുന്ന പ്രശ്നമാണ്. ഇവർ ബ്രെയിനൊക്കെ സ്കാൻ ചെയ്തു, ക്യാൻസർ ബ്രെയിനിലേക്ക് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. അതൊന്നുമല്ല കേസ്. അങ്ങനെ ഇതങ്ങോട്ട് പറിച്ചെടുത്തപ്പോൾ ഭയങ്കര വേദനയായി, കരഞ്ഞുപോയി. അപ്പോഴാണ് ഇതാ ഈശോ വന്ന് നിൽക്കണു. എന്നിട്ട് ഒരു വാചകം ഇങ്ങനെ കേൾപ്പിച്ചു, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തപ്പോൾ അസഹ്യമായ വേദന അനുഭവിച്ചു. ഈശോ പറയാണ്, മോളെ, തലേനാൾ തൊട്ട് അടിയോടടിയായിരുന്നു. കൽത്തുറുങ്കിലിട്ടിട്ടും അല്ലാതെയും തിരിച്ചും മറിച്ചും
ഒരു മനുഷ്യനോട് ചെയ്യാവുന്ന കാര്യങ്ങളല്ല ഈശോയോട് ചെയ്തത്. എന്നിട്ട് രാജാക്കന്മാരുടെ വസ്ത്രം ഇട്ട് കൊടുത്തിട്ട് ഈശോയുടെ വസ്ത്രം കൊണ്ട് ഉരിഞ്ഞു മാറ്റിയപ്പോൾ അതങ്ങനെ തൊലി ഉരിയാൻ വേണ്ടി തന്നെയാണ് കൽത്തുറുങ്കിൽ വെച്ചിട്ട് ഇതുപോലെ അടിച്ചത്. അപ്പം ആ വസ്ത്രം കൊണ്ട് ഉരിഞ്ഞു മാറ്റിയപ്പോഴേ തൊലിയടക്കം അങ്ങനെ ഉരിഞ്ഞങ്ങോട്ട് കിട്ടി, ആടിൻ്റെ തൊലി പൊളിക്കുന്ന പോലെ. പെസഹായുടെ അന്ന് കാതറിനെ മരിച്ച് കണ്ട ദർശനമുണ്ടല്ലോ. കുഞ്ഞാടിനെ മലർത്തിക്കെടുത്തി കുരിശാകൃതിയിൽ വെച്ച് ഈശോ കഴുത്തൊന്നിങ്ങനെ വെറുതെ വെച്ച്, പിന്നെ ഈശോ കൊല്ലാൻ നിന്നിട്ടില്ലേ, മുറിച്ചതിൻ്റെ ഇടയായിട്ട് ഇങ്ങനെ കാണിച്ച് ഈശോ അപ്പുറത്ത് പോയി. അപ്പം ആ കുഞ്ഞാടിന് തൊലിയുരിയുന്ന അവസ്ഥയുണ്ടല്ലോ, അത് ഈശോയുടെ പ്രതീകമായിരുന്നു. ഈശോ ഇന്നലെ സംസാരിച്ചു, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തപ്പോൾ അസഹ്യമായ വേദന അനുഭവിച്ച ഈശോയെ എന്ന് എത്ര തവണ നീ പ്രാർത്ഥിച്ചു? ഒരിക്കലെങ്കിലും ഈ ഒരു വേദനയെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ ശരിക്ക്? എത്ര പ്രാവശ്യം മൈക്കയുടെ മുമ്പിൽ കുരിശിൻ്റെ വഴി ലീഡ് ചെയ്തു? ഇടവക പള്ളിയിലെ കുരിശിൻ്റെ വഴി ദുഃഖവെള്ളിയാഴ്ച ലീഡ് ചെയ്യുമ്പോൾ വണ്ടിയിലിരുന്ന് മൈക്കയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആ ദുസ്സഹമായ വേദനയുടെ ഒരംശം പോലും ഇല്ല നിനക്കിപ്പോൾ അനുഭവിച്ചത്. തളർന്നു പോയല്ലേ? ഈശോ ചോദിച്ചതാണ്, ഞാൻ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതെല്ലാം അനുഭവിച്ചത്. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീയും ഇത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം. പീഡാസഹനത്തിൻ്റെ ഒരു പങ്ക് വെച്ച് തരാൻ നിന്നെ തിരഞ്ഞെടുത്തത് തെറ്റിപ്പോയി എന്ന് എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. അത് വിഷമമാണ് ഈശോയ്ക്ക്. പ്രിയ സഹോദരങ്ങളെ, 10,000 വട്ടം ഈശോയോട് മാപ്പ് ചോദിച്ചിരിക്കുക ഞാൻ. എൻ്റെ ഈശോയെ, നിൻ്റെ ഒരു സഹനം പോലും ശരിക്ക് ധ്യാനിച്ചിട്ടില്ല ഞങ്ങൾ. വെറുതെ കുരിശിൻ്റെ വഴി പുസ്തകം ഇങ്ങനെ വായിച്ചു പോവും. കുറച്ച് വിഷമമൊക്കെ ആ സ്വരത്തിൽ ചേർത്തിയെടുക്കും. അവരവരുടെ ജീവിതത്തിൽ ഒരു ചെറിയ സഹനം വന്നാൽ, പ്രിയ സഹോദരങ്ങളെ, ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിച്ചത് 2 കാര്യമാണ്. സ്നേഹത്തോടു കൂടെ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും വലിയ ഫലമുണ്ടാകും. ഇന്നു മുതൽ നമുക്ക് സ്നേഹത്തോടു കൂടെ ഈശോയുടെ സഹനത്തിൽ പങ്കുചേരാം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ അത് എന്തു തന്നെയാകട്ടെ, ഈശോ അനുഭവിച്ചതിൻ്റെ ഒരു അംശം പോലും ഇല്ല എന്ന് നമ്മളെപ്പോഴും ഓർക്കണം. എന്നിട്ട് സന്തോഷത്തോടു കൂടെ നമ്മുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി, മരിച്ചുപോയ കുടുംബവൃക്ഷത്തിലെ മക്കളുടെ പാപങ്ങൾക്കും പരിഹാരമായിട്ട് ഈശോയുടെ അതിവിശുദ്ധമായ സഹനത്തോട് ചേർത്ത് പിതാവായ ദൈവത്തിന് കാഴ്ചവെക്കാൻ പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാജ്ഞജ്വാലയിലേക്ക് സമർപ്പിക്കാം. ഈ ഞായർ, ഓശാന ഞായർ മുതൽ നമ്മൾ ഈശോയുടെ പീഡകളെ ഓർക്കുന്ന ദിവസമാണ്. ഇതുവരെ ഈശോ സഹിച്ച ഉപവാസവും പാടുപീടുകളോടും ചേർന്നാണ് നോമ്പെടുത്തത്. ഇനിയുള്ള ദിവസം നമ്മൾ ഈശോയുടെ പാടുപീടുകൾ ഓർത്ത് അതിൽ പങ്കുചേരാനായിട്ടാണ് നിൽക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഈശോയുടെ പാടുപീടുകൾ മാത്രം നമുക്ക് ധ്യാനിക്കാം. ഓരോ ദിവസവും ഈശോ അനുഭവിച്ച പീഡകൾ നമുക്ക് വായിക്കാം. ആരോഗ്യമുണ്ടെങ്കിൽ, ഈശോ അനുവദിക്കുകയാണെങ്കിൽ ഓഡിയോ ഇടാം, ധ്യാനിച്ചുകൊണ്ടിരിക്കുക. സ്നേഹത്തിൻ്റെ വിധിയാണ് അവസാനം ഉണ്ടാവുക. സ്നേഹം തുലാസിൽ വെച്ചിട്ടാണ് നമ്മെ വിധിക്കുക. ഏതൊരു പ്രവൃത്തിയും സ്നേഹം കൊണ്ട് ചെയ്യാൻ നമുക്ക് ഇടവരട്ടെ. സ്വന്തം സഹോദരങ്ങളെപ്പോലും സ്നേഹിക്കാൻ കഴിയാത്ത കാലഘട്ടമാണിത്. സ്നേഹിക്കാൻ പറ്റണില്ല. എന്താണാവോ കാരണം? നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിക്കാൻ കഴിയാത്ത സഹോദരങ്ങൾക്ക് സ്നേഹം വെച്ച് കൊടുക്കണേ. സ്നേഹിക്കാൻ കഴിയാത്ത അയൽവാസികൾക്ക് സ്നേഹം വെച്ച് കൊടുക്കണം. ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമുണ്ട്. പക്ഷെ സ്വന്തങ്ങളെ സ്നേഹിക്കാൻ പറ്റാത്തത് എന്താ?
നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹമാണ് സർവർക്കിഷ്ടം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.